ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതാ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പോട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിക്കണേ. ഇതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വന്നപ്പോൾ അതിലേക്ക് ഒരു 1.5 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചി, അതുപോലെ ചെറിയൊരു ബൾബ് വെളുത്തുള്ളി, പിന്നെ ഒരു മീഡിയം സൈസുള്ള വലിയുള്ളി, പിന്നെ ഒരു 4-5 പച്ചമുളക് അതും കൂടി ചേർത്തിട്ട് അതെല്ലാതും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അതൊക്കെ നല്ലോണം സോഫ്റ്റായി വന്നപ്പോൾ അതിലേക്ക് ഒരു വലിയ തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തിക്കണേ. ഇപ്പോൾ ഈ ഒരു തക്കാളി നല്ലോണം ഒന്ന് വെന്തുടഞ്ഞ് വരണം. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വന്ന് ആ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ ഒരു 3 ഏലക്കായ, 3 കറാമ്പൂവ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളൊരു 8 അണ്ടിപ്പരിപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാതും കൂടി നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അതൊക്കെ അരച്ചതിന് ശേഷം പിന്നെ ഞാൻ ആ ഒരു പോട്ടിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ വലിയുള്ളി സ്ലൈസ് ചെയ്തത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തുകണേ. ആ വഴറ്റിയെടുത്തതിലേക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല. ഇനിയിപ്പോൾ ഈ ഒരു പൊടികൾ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതാ പൊടികളൊക്കെ നല്ലോണം വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പുളിയുള്ള തൈരാണെങ്കിൽ അതിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുക്കണം. ഇപ്പോൾ ആ ഒരു തൈരും ആ ഒരു മസാലയും എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് റൈസ് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 3 കപ്പ് റൈസാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിരിക്കണേ. ഇപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ളം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഞാനൊരു 1/2 മണിക്കൂർ മുന്നേ ഈ ഒരു ബസുമതി റൈസ്, ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ്, അത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് ആ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. റൈസ് ഈ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് തീ നല്ലോണം ലോ ഫ്ലെയിമൊക്കെ ആക്കി കൊടുക്കാം. എന്നിട്ട് പിന്നെ ആ ഒരു റൈസ് നല്ലോണം ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമ്മൾ റൈസ് വന്നിക്കണേ. നമ്മൾ റൈസൊക്കെ നല്ലോണം വെള്ളമൊക്കെ വറ്റി ഓഫാക്കിയിട്ടൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്താൽ നല്ല അടിപൊളി റൈസ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ഈ ഒരു റൈസിലേക്ക് നമുക്ക് ചിക്കൻ പൊരിച്ചത് അല്ലെങ്കിൽ ഒരു ബീഫ് ഫ്രൈ ഒക്കെ സൈഡ് ഡിഷായിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ ഞാനിന്നിവിടെ പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ ഇതിലേക്ക് ഒരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു മുട്ടയും കൂടി അതിൻ്റെ മുകളിൽ വെച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിക്കണേ. കുട്ടികൾക്ക് സ്കൂളിലേക്കാണെങ്കിലും അതുപോലെ നമുക്ക് ഉച്ചയ്ക്ക് സിമ്പിളായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റൈസാണ്. പെട്ടെന്ന് തന്നെ പണിയും തീരും. കുറേ ചോറ് കറി അതൊന്നും ഉണ്ടാക്കണ്ടല്ലോ. ഈ ഒരു റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അച്ചാർ, തൈര് അതൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റൈസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.